വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന ഓരോ വ്യൂവിനും ഓരോ രൂപ വെച്ച് രാധേ സിനിമ കണ്ടവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഗൂഗിൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ ഫുള്ളും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതാരും ഇഗ്നോർ ചെയ്യരുത്. മുമ്പാ ഇത്തവണ എന്താ ഏട്ടാ വന്നിരിക്കുന്നത്? ബോറടിച്ചപ്പോൾ ഒരു സിനിമ കാണായിരുന്നതാ. ഇത്രയും കാലം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ദൈവം തന്ന ശിക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്നെ ഞെട്ടിക്കാനും മാത്രം ഇവിടെ സിനിമയായോ? അതാരുടെ സിനിമയോ? നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ചേട്ടൻ്റെ. എന്ന് വെച്ചാൽ യുവർ മോസ്റ്റ് വാണ്ടഡ് ഭായ്. മസ്കുലർ സ്റ്റാർ സല്ലു ഭായ് അഭിനയിക്കുന്ന രാധ എന്ന പോലീസ് ഓഫീസറാണ് കഥയിലെ നായകൻ. ഓഡിയൻസിനെ വെറുപ്പിക്കുന്ന ലാഘവത്തോടെ വില്ലന്മാരെ വെടിവെച്ചു കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. ഇൻട്രോ സീൻ ഒന്ന് മാത്രം മതി പടത്തിന്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ. Warning: the following program contains scenes of graphic stupidity. ടെൻഷൻ അടിക്കണ്ട സാറേ, നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. അല്ല, അപ്പൊ അയാള് ചില്ല് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പൊ അത്രയും പൊക്കമുള്ള കെട്ടിടത്തിൽ സല്ലുബായി പറന്നിറങ്ങിയെന്ന് എനിക്ക് കുഴപ്പമില്ല, ചില്ല് കടിച്ചു തുപ്പിയാനും കുഴപ്പമില്ല. അപ്പൊ അയാൾ ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടില്ലേ? ഈ മഹാസംഭവത്തിന് ശേഷം നമ്മുടെ സല്ലുബായി നേരെ ക്യാമറയിലേക്ക് നോക്കി ഒറ്റ ഡയലോഗ്: ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഡെഡ്പൂൾ ആണെന്നാ വിചാരം. സല്ലു. ഇത്രയും കഴിയുമ്പോൾ വില്ലന്റെ അസിസ്റ്റന്റിന്റെ അവസ്ഥയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ അവസ്ഥയും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ബായ് ആ വില്ലനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ലൈവ് പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കും, അയാളുടെ ഗുണ്ടകളെയൊക്കെ എങ്ങനെയാ ബായ് തല്ലിയെന്ന്. അമ്പോ, സ്വന്തമായിട്ട് സ്ലോ മോഷനോ ആക്ഷൻ റീപ്ലേ ഒക്കെ ഉള്ള ആളാണല്ലേ. പിന്നെ അല്ലാതെ. പിന്നെ നിങ്ങൾ ആ സിറ്റി മാർ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ അല്ലു അർജുന്റെ പാട്ടല്ലേ, അടിപൊളി സ്റ്റെപ്സ് ഒക്കെ ആയിട്ട്. അതേ പാട്ട് ഈ സിനിമയിലുണ്ട്. സ്റ്റെപ്സ് ആണ് കാണേണ്ടത്. വെറും മാസ്. ഒരുമാതിരി ടീഷർട്ട് തലയിൽ കുടുങ്ങിട്ട് ഊരാൻ പറ്റാത്ത അവസ്ഥ. ഒറിജിനൽ പാട്ടിൽ നമ്മുടെ അല്ലു അർജുൻ വിസിലടിക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെയാണ്. പക്ഷെ സല്ലുബായ് അതും ഇവിടെ ഇംപ്രൂവൈസ് ചെയ്യും. സർ, സല്ലുബായിയുടെ സിറ്റി മാറിനെ പറ്റി എന്താണ് അഭിപ്രായം? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പിന്നെ ദിശ ചേച്ചിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻസ്റ്റാ റീൽസ് ആണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദിശ ചേച്ചി ഇതിനേക്കാളും നന്നായിട്ട് അഭിനയിച്ചാണ്. അപ്പൊ തമിഴ്നാടൻ ഭരത്തൊക്കെ ഈ പടത്തിലുണ്ടെന്ന് കേട്ടല്ലോ. ഭരത്ത് വെറുത്ത്. ഈ പണി നടക്കുന്ന കെട്ടിടത്തിൽ കണ്ണ് വിടാണ്ടിരിക്കാൻ വേണ്ടി ആൾരൂപങ്ങൾ കെട്ടിവെക്കില്ലേ, അതേപോലെ ഒറ്റ നിപ്പാണ്. മുംബൈ സിറ്റിയിലാണല്ലോ കഥ. അവിടെ ഒരു സ്കൂൾ പയ്യൻ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ചാടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് പാവം പയ്യൻ സല്ലുബായുടെ സിനിമ വല്ലതും കണ്ടു കാണും. അല്ല, ആ കുട്ടി ലഹരിക്ക് അടിമയായിരുന്നു. അങ്ങനെ സിറ്റിയിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഡ്രഗ്സിന്റെ സോഴ്സ് അന്വേഷിച്ച് സല്ലുബായ് തന്നെ വേട്ട തുടങ്ങും. ഔട്ട്ലോസ് എന്ന സൂപ്പർ ഹിറ്റ് കൊറിയൻ മൂവിയുടെ ഇരട്ട സഹോദരനായിട്ട് വരും ഈ സിനിമ. അപ്പോ പാട്ട് തെലുങ്കിന്ന്, പടം കൊറിയെന്ന്, സ്വന്തമായിട്ട് അപ്പൊ ഈ ആപ്സും ബോഡിയും മാത്രമേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്. ജിം ഒക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് MS പെയിന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആപ്സ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. പാവം VFX ടീമിലെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടോ? സല്ലുബായ് അനങ്ങൂ. പലർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ട്, നമ്മുടെ സല്ലുബായ്ക്ക് അഭിനയിക്കാൻ അറിയില്ലാന്ന്. പക്ഷെ ബായ് തന്റെ നീക്കങ്ങൾ മറ്റാരും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മുഖത്തൊരു എക്സ്പ്രഷൻ പോലും ഇടാതെ അഭിനയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ VFX ചെയ്തല്ലേ, അടുത്ത പടം മുതൽ എക്സ്പ്രഷൻസും കൂടി VFX ചെയ്യാം. ഇത്രയും കണ്ട് തളർന്നിരിക്കുന്ന ഓഡിയൻസിന്റെ ഇടയിലോട്ട് അവർ ജാക്കി ഷ്രോഫിനെ തുറന്നു വിടുന്നു.
കഥയിൽ രാധയുടെ സീനിയർ ഓഫീസറാണ് നമ്മുടെ ജാക്കി ഷ്രോഫിന്റെ ക്യാരക്ടർ. I am too dangerous. അങ്ങനെ ഈ ടീം മുംബൈയിലെ ഗുണ്ടകളൊക്കെ ട്രേസ് ചെയ്യും. അവസാനം 2 ഗ്യാങ് ലീഡേഴ്സിനെ കെട്ടിപ്പിടിക്കാൻ വന്നിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ചെയ്ത് കളയും. ആരോ ദുരൈസിംഗം ഫാൻ ആണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗ്രാമത്തിലെ പാവങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്നത് കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഈ മുംബൈയിലെ ഗുണ്ടകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ അവരെ അപമാനിക്കണമായിരുന്നു. കോമഡി അതല്ല, ഗ്യാങ് ലീഡേഴ്സിനെ കെട്ടിപ്പിടിക്കാൻ പറയുന്നത് പിന്നെ മനസ്സിലാക്കാം. ഈ ബാക്കിലുള്ള ഗുണ്ടകളെ കൂടി കെട്ടിപ്പിടിക്കാൻ പറയുന്നത് എന്തിനാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ബീങ് ഹ്യൂമൻ സൈക്കിളിൽ ചേസ്, റിയൽമി ഫോണിൽ സെൽഫി, ജീപ്പ് വണ്ടിയിൽ സ്റ്റണ്ട്, അവസാനം സിറ്റിയിൽ ഡ്രഗ്സ് എല്ലായിടത്തും എത്തിക്കുന്നത് മിസ്റ്റർ റാണ എന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് നമ്മൾ അറിയുന്നു. ഈ റാണയാണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ. ആളെ കണ്ടിട്ട് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രമിന്റെ അകന്ന ബന്ധത്തിൽ അളിയനാണെന്നാണ് തോന്നണേ. 300 ml ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് 300 പേർക്ക് ഇരിക്കാവുന്ന ഹാള് മൊത്തം മച്ചാൻ പുകച്ചാളെ. പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം, ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണത്രേ. പിന്നെ ഈ റാണയുടെ സൈഡ് കേക്കിന് നമ്മുടെ ബായി അങ്ങ് പൊക്കും. മച്ചാനാണ് അടുത്ത കോമഡി. ഫുൾ മസിലും ദേഹം നിറച്ച് ടാറ്റുവും. പക്ഷെ പാൽ പൊഴിയുന്ന പുഞ്ചിരിയാണ് ചിരിക്കുട്ടന്റെ മെയിൻ. പിള്ളേർക്കാണല്ലോ മെയിൻലി റാണ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്ന പോലെ റാണയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറെ പിള്ളേരെ നമ്മുടെ ബായി അസൈൻ ചെയ്യും. അപ്പോൾ മുംബൈയിൽ മൊത്തം ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ഇത്ര ഡേഞ്ചറസ് ആയിട്ട് ഒരാളെ പിടിക്കാൻ വേണ്ടി പിള്ളേരെ ഏൽപ്പിക്കുന്നു അല്ലേ? സല്ലു ഭായ്, Shut up. Don't be over smart. അതെ, അതും വളരെ ചെറിയ പിള്ളേരാണ്, ടീൻസ് പോലും അല്ല. Students home. ആൻഡ് പ്രതീക്ഷിച്ച പോലെ തന്നെ അതിലൊരു പയ്യനെ റാണ ഒരു 10 നില കെട്ടിടത്തിൽ നിന്ന് വലിച്ച് താഴത്തോട്ട് എറിയും. ഈ പടത്തിൽ കെട്ടിടത്തിൽ നിന്ന് വീഴുന്ന ആരും മരിക്കുന്നില്ലേ? ഇല്ല, ഈ കുട്ടി നേരെ സല്ലുബായുടെ തലയിൽ വീണ് രക്ഷപ്പെടും. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. എന്നിട്ട് ക്ലൈമാക്സ് ഫൈറ്റിന് മുന്നേ നമ്മുടെ സല്ലുബായ് ഒരു ചേസ് നടത്തും. കുറെ ഗുണ്ടകളൊക്കെ വണ്ടിയൊക്കെ കയറ്റിക്കൊല്ലും. ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത്. റാണ ഈ കിട്ടിയ സമയം കൊണ്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ സല്ലുബായ് എന്താ പോലെ കവണയം വെച്ച് ഹെലികോപ്റ്റർ ഇരുന്ന് വീഴ്ത്തോ? അല്ല, പറയാൻ പറ്റില്ല, സല്ലുബായ് അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ. അതൊക്കെ ബായുടെ ലെവലിൽ പോലെ ഓവറല്ലേ. ബായ് ജീപ്പും കൊണ്ട് ചാടും, എന്നിട്ട് ഹെലികോപ്റ്ററിന് വാതിലും തല്ലിപ്പൊളിച്ച് അകത്തോട്ട് കയറും. ഹെലികോപ്റ്ററിൽ ഒരു കൊച്ചു സംഘടന. റാണ അതിൽ നിന്ന് ചാടിക്കളയും. ബായിയെയും കൊണ്ട് കോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. എല്ലാം തീർന്നെന്ന് നമ്മൾ വിചാരിക്കുന്ന നിമിഷം പക്ഷെ സല്ലുബായ് നമ്മുടെ കോപ്റ്ററിനെ രക്ഷിക്കും. ബായിയും കോപ്റ്ററും സേഫ്. അത് കഴിഞ്ഞിട്ട് ബായ് നേരെ വില്ലനെ നേരിടാൻ പോകും. ഇതെന്താ കോലി കളിയോ? അവസാനം വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് എന്നും പറഞ്ഞിട്ട് ലൈവ് സ്ട്രീമിൽ വില്ലനെ നമ്മുടെ ബായ് തട്ടിക്കളയും. എന്തൊക്കെ പറഞ്ഞാലും വളർന്നു വരുന്ന ജനറേഷന് നല്ലൊരു മെസ്സേജുള്ള പടം കേട്ടോ. അതെ, ഡ്രഗ്സ് ആകരുത് ലഹരി, ബായി ആയിരിക്കണം ലഹരി. എന്തായാലും ഇതിന്റെ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും സല്ലു ഭായിക്ക് നല്ല ക്ഷീണമായിരിക്കും. പിന്നെ ബായി എന്താ കേസ് കൊടുക്കും. बोले बोले